മകളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്താ മകളെ നിന്റെ പേര്? ആശ. കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനും. നിന്റെ മനസ്സിൽ എന്തോ കലിങ്ങി മറിയുന്ന പ്രശ്നങ്ങളുള്ളത് പോലെ നീ ഏതോ പരീക്ഷയെ നേരിടുകയാണ്. പരീക്ഷ ഇനി ഒരു 4 മാസം കഴിഞ്ഞുള്ളൂ ഫാദർ. ആമേൻ. ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ച്. സ്വർഗയാത്രയുടെ പാതയിൽ അബലരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ്. ഞാൻ 2 അച്ഛന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധിക സമയമൊന്നും ആയില്ലല്ലോ. അച്ഛനധികം സംസാരിക്കുന്നില്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. മകളെ, ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞാൻ വരട്ടെ ഫാദർ. ആമേൻ, ആമേൻ. പോവാൻ വരട്ടെ മകളെ. കുംഭസാരക്കൂട്ടിൽ പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനിലേക്ക് കയറിയുന്നത് എന്താണെന്നൊന്ന് പറയാമോ? സംസാരിക്കാൻ വാൻ എന്തിനാ ഫാദർ? വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കയറിക്കോ മകളെ. പിടിച്ചു വലിച്ചങ്ങ് കയറ്റിയാലോ? ആമേൻ. വന്നാലും മകളെ, എനിക്കൊന്നും സംസാരിക്കാനില്ല ഫാദർ. എന്തെങ്കിലും സംസാരിക്കാൻ കാണും, ഓർത്തു നോക്കൂ. ഏതായാലും നമുക്ക് വാനിലേക്ക് കയറി സംസാരിക്കാം. മടിക്കണ്ട, പേടിക്കണ്ട, ഞങ്ങൾ ശരിക്കുള്ള അച്ഛന്മാര് തന്നെയാ. ഇനി ഒട്ടും സമയം എനിക്കൊന്നും സംസാരിക്കാനില്ല. കുംഭസാരക്കുട്ടി പറയുന്നത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? നമ്മുടെ എലഞ്ഞിക്കലെ മറിയാമ്മ ചേർത്തി പോകാൻ സമയം കിടക്കുക. അച്ഛന്മാരെ ഒന്ന് വരണം. ഓഹോ, മറിയ ധൈര്യമായിട്ട് പൊക്കോട്ടെ. ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും അയ്യോ, സമയമല്ലോ. അന്ത്യകൂദാശയ്ക്ക് ആളില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അച്ഛന്മാരൊന്ന് വന്നിട്ട് കൈയെടുക്കണോ? ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ? ഞങ്ങൾ ഈ മകളെ ഒന്ന് കുംഭസാരിപ്പിക്കട്ടെ. മകളെ, അന്ത്യകൂദാശയ്ക്ക് ആളില്ല നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ. പ്ലീസ് ഒന്ന് കയറിയട്ടെ. എന്താ ഉണ്ടാവോ?